ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നജു. ഇന്നത്തെ റെസിപ്പി നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഗ്രീൻ പീസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തട്ടുകട സ്പെഷ്യൽ ഗ്രീൻ പീസ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗ്രീൻ പീസും 3 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. 250 ഗ്രാം ഗ്രീൻ പീസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊരു 8 മണിക്കൂറെങ്കിൽ നന്നായിട്ടൊന്ന് സോക്കായി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓവർനൈറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതിയാവും. അല്ലാന്നെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കാമെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഇതാ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഒരു 8 മണിക്കൂറിന് ശേഷമാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കി നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഓരോ കുക്കറിൻ്റെയും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ വേവിനനുസരിച്ച് വിസിലിലും മാറ്റം ഉണ്ടാവും. 4 വിസിലിന് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് ആവേണ്ടത്. നന്നായിട്ട് വെന്ത് പോവരുത്. ഇപ്പോൾ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ സവാളയും വലിയ തക്കാളിയും പിന്നെ അല്പം കരിവേപ്പില കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സാക്കി എടുക്കുക. സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിയെടുക്കല്ല, ഇത് ഒരുമിച്ചൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളകും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ ഗ്രീൻ പീസൊക്കെ വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട്. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വഴറ്റാൻ ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഒരു ഹാഫ് വേവൊക്കെ ആയാൽ മതി കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടല കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിയെടുക്കുക. ഈ മുട്ടയും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ ഒരു സമയം വരെ നമുക്ക് മിക്സാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിലേക്ക് നമുക്ക് അല്പം ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ ഇലയും പിന്നെ കരിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ ഇല ആയതുകൊണ്ടാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അല്പം സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് പച്ചക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി അധികമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചൂടിൽ കിടന്ന് തന്നെ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിൽ നിന്നും മാറ്റി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് ഗ്രീൻ പീസിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ കുരുമുളക് പൊടി ഇടുന്ന സമയത്ത് അവർ കഴിക്കാൻ മടിയാവും. അതുകൊണ്ട് കുരുമുളക് പൊടി ഇടുന്നതിന് മുന്നായിട്ട് അല്പം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട സ്പെഷ്യൽ ഗ്രീൻ പീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.